ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡയബറ്റിക് ആയിട്ടും പ്രീ ഡയബറ്റിക് ആയിട്ടും ഒക്കെ ഉള്ള ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സാലഡ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഈ സാലഡിൻ്റെ പേര് തന്നെ അടിപൊളിയാണ്. സനാമോ ചിക്കൻ സാലഡ് എന്നാണ് കേട്ടോ. അത് നമ്മുടെ ഒരു കാലിഫോർണിയ സ്റ്റൈല് സാലഡാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സനോമ ചിക്കൻ സാലഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചിക്കനെ സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം അതിനെ നന്നായി ഷ്രെഡ് ചെയ്തിട്ട് ഒരു ബൗളിലായിട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ സെലറി ഒരു ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചിക്കനിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ബീനാണ് കേട്ടോ. അത് അവൈലബിൾ ഉള്ള ഏത് ബീനാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നന്നായി വേവിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഒനിയനാണ്. അതും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ വാൽനട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ടോ അല്ലെങ്കിൽ ഏതാണോ നട്ട് അവൈലബിൾ ഉള്ളത് ആ നട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇത്തിരി ഗ്രേപ്സ് ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് പോപ്പി സീഡാണ്, പക്ഷേ അതെൻ്റെ കയ്യിലില്ല. ഞാനിവിടെ സവർ ക്രീമും അതുപോലെ തന്നെ മയനൈസും പിന്നെ നമ്മുടെ കുറച്ച് വിനെഗറും ആണ് സാലഡ് ഡ്രസ്സിങ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. മസ്റ്റേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു സോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് സോസ് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഒരു കാര്യം മറന്നുപോയി, എൻ്റെ പ്രീമിയൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ പോകും. Alexa, change the dinner room to white. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും 109 ആണ് കേട്ടോ എൻ്റെ ഷുഗറിൻ്റെ ഇപ്പോഴത്തേത്. അത് പ്രീമിയിലാണ്. ഇതിപ്പോൾ ഇച്ചിരി ബെറ്റർ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 160 ഒക്കെ ആയിരുന്നു എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഡയറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതുകൊണ്ടും എൻ്റെ ഷുഗർ ഇത്രയും അധികം ലോയിലായിട്ട് വന്നത്. സാലഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ച് ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ റാപ്പായിട്ട് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി കാർബ് അവോയ്ഡ് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഒരു ലീഫ് എടുത്തിട്ട്, കെയിലോ അങ്ങനെ എന്തെങ്കിലും ലീഫ് എടുത്തിട്ട് അതിൽ നമുക്ക് റാപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഓപ്ഷൻസ് ഏതാണോ അത് യൂസ് ചെയ്യുക. പിന്നെ സ്പൈസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാലപ്പിനോ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. You ready? Let's see who wins will eat. Yeah. Yeah, let's do this. ആദ്യം തന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. എന്താ കാര്യം എന്നല്ലേ, ഞാൻ പ്രീ ഡയബറ്റീസിൽ നിന്ന് ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വിജയകരമായി യാത്ര പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. കരച്ചിലാണേലും ഇനി പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും കൂടെ. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ പ്രീ ഡയബറ്റിക് ഒന്നും അല്ലെങ്കിൽ കാണേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പക്ഷേ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളിനി വൈകിക്കണ്ട. വേഗം തന്നെ നമ്മുടെ ഷുഗർ കറക്റ്റ് ആണോ എന്നുള്ളത് അറിയുക. ചിലപ്പോൾ നമ്മൾ ഷുഗർ മാത്രമായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഹാരം കഴിക്കാത്തതുകൊണ്ടോ പല റീസൺ കൊണ്ടും അത് ലെവല് ലോ ആയിരിക്കും കാണിക്കുന്നത്. കറക്റ്റായിട്ട് 3 മാസത്തെ ആ ഒരു റേഷ്യോ, ഷുഗറിൻ്റെ അളവിൽ കാണിക്കുന്ന ആ ഒരു റേഷ്യോയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് A1C ആണ്. അപ്പോൾ അത് ചെയ്യുക കേട്ടോ. ഞാനും ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടക്ട് ചെയ്തിരുന്ന ആളല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സാലഡ് എന്ന് പറയുന്ന സംഭവം എനിക്ക് കണ്ടുവിടാതിരുന്ന ഒരു സാധനമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചസാര ഇടാതെ ചായ കുടിക്കാം,
മൂന്ന് നേരവും ഫുഡ് കഴിക്കുക അത് മസ്റ്റായിരുന്നു. വിശന്നാലും ഇല്ലേലും ഞാൻ ആ കറക്റ്റ് സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ചോറുണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഡിസാസ്റ്ററാണ് കേട്ടോ. എനിക്ക് തലകറക്കം വരെ വരാം എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെയൊക്കെ തലയിൽ എപ്പോഴൊക്കെയോ വന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്നാണ് ഈ വേണ്ടാത്ത ഹാബിറ്റുകളെല്ലാം വരുന്നതെന്ന് പറയുന്നു. ഇനി ഇതൊക്കെ കൊണ്ടുപോയി വല്ലവരുടെയും തലയിലിടുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം എനിക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പോസ്റ്റ് മീൽ ഷുഗർ ചെക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 3 hours ആയിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഡൈജഷൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 4 hours ആണ്. ഇറ്റ്സ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ എന്ത് ഫുഡാണ് കഴിക്കുന്നത് എന്നും കൂടെ നോക്കിയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു 3 to 4 hours എനിക്ക് വിശപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ലെവലൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇങ്ങനൊരു കാര്യം കാണുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് യൂട്യൂബും ഗൂഗിളും മുഴുവൻ സെർച്ച് ചെയ്യുക, പെട്ടെന്ന് മാറാൻ പറ്റുന്ന എന്തെങ്കിലും റെമഡീസ് ഉണ്ടോയെന്ന്. അങ്ങനെ ഞാനും അതൊക്കെ സെർച്ച് ചെയ്തു. പിന്നീട് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ വെള്ളം 5 ദിവസം കുടിക്കൂ, പെട്ടെന്ന് നിങ്ങളെല്ലാം ശരിയാവും. അങ്ങനെ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അത് ഇൻസുലിൻ വെള്ളം മാത്രമാണ് കേട്ടോ. വേറെ ഒന്നിനും ഇതിനെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഐ മീൻ ലൈക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് നമുക്ക് റിവേഴ്സിബിൾ ആണ്. പക്ഷെ അല്ലാതെ ഒരു റെമഡി ഉപയോഗിച്ച് നമ്മുടെ ഷുഗർ മാറ്റുക എന്ന് പറയുന്നതും ഐ ഡോണ്ട് നോ, ഐം ജസ്റ്റ് കൈൻഡ് ഓഫ് കൺഫ്യൂസ്ഡ്. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. സോ ഞാൻ എൻ്റെതായ ഒരു രീതിക്ക് എൻ്റെ ബോഡിയെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാനൊരു എൻ്റെ രീതിയിലുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ റേഞ്ചിലാണ് കേട്ടോ കാണാറുള്ളത്. അപ്പം ഞാൻ തന്നെ വിചാരിക്കും ഐം ഫൈൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ. പക്ഷേ കഴിഞ്ഞ കുറേ വട്ടമായിട്ട് ഞാൻ A1C കൂടെ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. HbA1c, അതായത് നമ്മുടെ ആ ഒരു 3 മാസത്തെ റേഷ്യോസും കൂടെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ 5.7 ആദ്യം ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 6.4 മാറിയായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ അതികഠിനമായ പരിശ്രമം കൊണ്ടും നല്ല രീതിയിലുള്ള ഫുഡ് അടികൊണ്ടും എല്ലാം കൊണ്ട് ഞാൻ 6.4 നേരെ 6.7 ചാടിയിരിക്കുകയാണ് കേട്ടോ. അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ വൈസ് 6.5 and above എല്ലാം തന്നെ ഡയബറ്റീസ് കൺഫേം അവർ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഞാനൊരു എമർജൻസി നേഴ്സാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ദിവസം മുഴുവൻ ഞാൻ ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇത്ര പോലും സമയം ഞാൻ ചെയറിൽ സമയം എടുക്കുന്നില്ല, മീൻസ് ഇരിക്കുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ കുറച്ച് സമയം കിട്ടില്ലെന്നല്ല, ബട്ട് മുഴുവൻ കള്ളത്തരാണല്ലോ എന്നാണോ, അങ്ങനെയല്ല, മിക്കവാറും തിരക്കായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു 12 hour എന്ന് പറയുന്നത് ഹെവി ആയിട്ട് ഞാനിങ്ങനെ നടന്നും എടുത്തുമൊക്കെ നടക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഇന്നഫ് എന്നാണ് കേട്ടോ. പക്ഷെ ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല ഇതൊന്നും നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫുഡിലാണ് കൺട്രോൾ ചെയ്തത്. അതെനിക്കൊരു മോർ ദാൻ 10 days എടുത്തു പ്രോപ്പറായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വരാനായിട്ട്. അതായത് എനിക്ക് നമ്മൾ പെട്ടെന്ന് ഇത്ര വർഷം ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു കാര്യം നിർത്തുക എന്ന് പറയുന്നത് ഒട്ടും സാധിക്കാത്ത കാര്യമാണ് കേട്ടോ. കുറേയധികം കാര്യങ്ങൾ ട്രൈ ചെയ്തു. ആദ്യമൊക്കെ ഞാൻ ഒരു നേരം ചോറ് കഴിക്കും, പിന്നെ ചോറിൻ്റെ എമൗണ്ട് കുറച്ചുകൊണ്ട് വരാൻ നോക്കി. അതുപോലെ തന്നെ പിന്നെ സാലഡ്സ് കൂടുതൽ ട്രൈ ചെയ്യാൻ നോക്കി. അങ്ങനെ ഇതൊന്നും ടേസ്റ്റ് ഇല്ല, ഫുഡ് കൊള്ളത്തില്ല എന്നൊക്കെയുള്ള റീസൺ കൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഡോക്ടേഴ്സിനോട് സംസാരിച്ചു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ടുള്ള മാർഗങ്ങളാണ് കേട്ടോ നമുക്ക് മുന്നിൽ തരുന്നത്. സോ അവർക്കറിയാം നമ്മൾ എന്തായാലും ഈ വക ഡയറ്റും എക്സസൈസും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വരിക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അസാംപിക് ആണ്. അതുപോലെയുള്ള G1 GPA1 റിസപ്റ്റർ സംതിങ് എൽസ്
അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഡ്രഗ്സ് ആയിരുന്നു. അത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ആവും, നമ്മുടെ മെറ്റബോളിസം അതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും, ഡൈജഷൻ സ്ലോ ആവും, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അതിനെക്കുറിച്ചും കൂടുതൽ നോക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ വരാൻ പറ്റും, ഇത് നിർത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്ന സമയത്താണ് ഐ ജസ്റ്റ് റിയലൈസ് എനിക്ക് എൻ്റെ ഓരോ മീലിലും എൻ്റെ ബോഡിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു അറിയണമായിരുന്നു. അപ്പോൾ ഞാൻ പ്രീ മീൽ ഷുഗർ ചെക്ക് ചെയ്യാൻ തുടങ്ങി, പോസ്റ്റ് മീൽ ഷുഗർ ചെക്ക് ചെയ്യാൻ തുടങ്ങി, എത്രത്തോളം ഷുഗർ എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ 35 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഒരു മീലിൽ എൻ്റെ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. എല്ലാ മീലിലും ഞാൻ എടുക്കാറില്ല, ചില മീലിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അങ്ങനെ അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഒക്കെയാണ് ഞാൻ വരുത്തിയത് മാത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡയറ്റ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞു തരാം. ഞാൻ 6 PM ആണ് എൻ്റെ ലാസ്റ്റ് മീല്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാറില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഞാനാണെങ്കിൽ ഇപ്പം 11 o'clock 12 o'clock 1 o'clock വരെയൊക്കെ ഇരുന്ന് സ്നാക്ക് കഴിക്കുക, സ്വീറ്റ്സ് കഴിക്കുക, ഇടയ്ക്ക് ഈവൻ ഡിന്നർ കഴിഞ്ഞാൽ കൂടെയും അതൊക്കെ കഴിക്കുക. പിന്നെ ഡിന്നറിന് ഒരു സമയം ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ 9-നായിരിക്കും, ചിലപ്പോൾ 10-നായിരിക്കും കഴിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു ലൈഫായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 6 PM നമ്മൾ ഫുഡ് നിർത്തുകയാണെങ്കിൽ രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ 9 മണി എന്ന് പറയുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു 14 hours കംപ്ലീറ്റ് ഒരു നമ്മുടെ ഫാസ്റ്റിംഗ് ടൈം നമുക്ക് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് സാലഡ്സ്, അതുപോലെ തന്നെ കാർബ് കൺട്രോൾ ചെയ്തു. ഞാൻ കീറ്റോ ഡയറ്റ് അല്ല ചെയ്യുന്നത്. പിന്നെ എക്സസൈസ് വൈസ് ഐ എം നോട്ട് ലൈക്ക് ഒത്തിരി എക്സസൈസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് 20 minutes വാക്കാണ്. അപ്പോൾ ആ ഒരു 20 minutes വാക്കിൽ ഞാൻ മേക്ക് ഷുവർ ചെയ്യും എൻ്റെ ഹാർട്ട് റേറ്റ് ഒരു 140 to 170 വരെയുള്ള റേഞ്ചിൽ കണ്ടിന്യൂസ് എൻ്റെ 20 minutes നിർത്താനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. രാവിലെയൊക്കെ ചെക്ക് ചെയ്യുമ്പം എൻ്റെ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ റീസൺ അറിയത്തില്ലാതെ ഒരു കാര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ ഫുൾ ഡേയും നന്നായിട്ട് ഡയറ്റ് ചെയ്തിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഒരു 96 ആയിരിക്കും. ലൈക്ക് നൈറ്റ് ടൈമിൽ ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഒരു 12 o'clock ഒക്കെ ആകുമ്പോൾ. പക്ഷെ പിന്നെ അത് രാവിലെ നോക്കുമ്പോൾ 150 മാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ഒരു റീസൺ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് നമ്മുടെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തെ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് യൂഷ്വലി എലിവേറ്റ് ആയിട്ട് നിൽക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോള് അങ്ങനെയുള്ള എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏർലി മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിവർ തന്നെ കുറേയധികം ഗ്ലൂക്കോസിനെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഈ മോർണിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഒരു ഇത്തിരി എലിവേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി. പിന്നെ ഇതായിരുന്നു എൻ്റെ ഒരു ഡയബറ്റിക് ജേർണി എന്ന് പറയുന്നത്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡയബറ്റിക് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.